ഹായ് ഗൈസ്, ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി പഠിച്ച് അടുക്കളയിൽ കയറി കേട്ടോ. വേഗം ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അങ്ങനെ ഞാൻ ചോറ് വെച്ചു, പിന്നെ ബീട്രൂട്ട് തോരനും പയറും വെച്ചു കേട്ടോ. നോൺ വെജൊന്നും വെച്ചിട്ടില്ല, കാരണം ഈ വീക്ക് വലിയ ആഴ്ച ആയതുകൊണ്ട് നോമ്പെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറിയാക്കി, പിന്നെ സ്നാക്സ് ഉണ്ടാക്കി കേട്ടോ. പഴംപൊരി ഉണ്ടാക്കി കാപ്പിക്കായിട്ടുള്ള. പിന്നെ കപ്പളങ്ങ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കപ്പളങ്ങ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഓപ്പണാക്കി നോക്കിയപ്പം ഒട്ടും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ചു. അങ്ങനെ രസമോളെ കൂട്ടാൻ പോകുന്ന വഴിയാട്ടോ. രസമോളെ കൂട്ടാൻ പോകുന്ന വഴിക്ക് വേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വേസ്റ്റും കളഞ്ഞിട്ട് രസമോളെ കൂട്ടാൻ വേണ്ടി ഡേ കയറി പോകുന്ന വഴിയാണ്. നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നല്ലേ. ഇപ്പോൾ ഏകദേശം ഇവിടെ 6 മണിയായിട്ടുണ്ട്. പക്ഷെ നല്ല വെട്ടം, നല്ല അന്തരീക്ഷമാണ് ഇപ്പം പോകുന്ന വഴി കേട്ടോ. അങ്ങനെ രസമോളെ കൂട്ടിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. രസമോളെ കൂട്ടി ലിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്ന സമയം കേട്ടോ. അങ്ങനെ അവളോട് ഇങ്ങനെ സംസാരിച്ചു നോക്കി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല കോടമഞ്ഞ് പോലെ തോന്നുന്നില്ല നമുക്ക്. ഇത് ശരിക്കും കോടമഞ്ഞല്ല ഗൈസ്, നല്ല പൊടിക്കാറ്റാട്ടോ. ഇപ്പോൾ ഒരു 6:30 കൂടി സമയമായിട്ടുണ്ട്. നല്ല പൊടിക്കാറ്റാണ്. ഈ പൊടിക്കാറ്റ് നമ്മുടെ കണ്ണിലേക്കൊക്കെ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലു കയറി രസമോൾക്ക് ജസ്റ്റ് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് ഓർത്ത് കയറിയത്. അങ്ങനെ അവൾ ഭയങ്കര എൻജോയ് ചെയ്തു. വീട്ടിലെത്തി അവിടെ രസം പറഞ്ഞു, കാര്യം അമ്മേ മതി, ഈ സംസാരമൊക്കെ എനിക്കുള്ളതെല്ലാം തരാമെന്ന് കിടന്ന് കരയുന്ന ഭാഗം കാണുന്നത് കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.